എക്സ്ക്യൂസ് മീ. താൻ എന്താടേ കാണിക്കണേ? എന്ത് കാണിച്ച്? ഈ വേസ്റ്റ് ഇവിടെയാണോ ഇടാ? പിന്നെ ഞാൻ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി. വേസ്റ്റ് ബിൻ ഇവിടെ ഇല്ലെങ്കിൽ താൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വേസ്റ്റ് ബിന്നിൽ ഇടണം. അവിടെ നിന്ന് എടുക്കാനായിട്ട് ആൾക്കാർ വരും. പിന്നെ അവിടെ വന്ന ആൾക്കാർ എടുക്കും. താൻ അത് അവിടെ ഇട്ടാൽ ഞാനത് വീഡിയോ എടുക്കും. പഞ്ചായത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 25,000 രൂപ ഫൈൻ അടക്കും. 25,000 രൂപ. എന്തൊരു കഷ്ടം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാ. ഇങ്ങനെ വേസ്റ്റ് ഒന്നും പൊതു സ്ഥലത്ത് വലിച്ചെറിയരുത്. ഒന്നല്ലേ തനിക്കൊക്കെ ഇത്ര പ്രായമായില്ലേ? ബയോളജി ടീച്ചർ അല്ലേ? എന്ത്? ഞാൻ പ്ലാസ്റ്റിക് പുറത്തൊന്നും ഇടാറില്ല. എല്ലാം എടുത്തു വെച്ചിട്ട് ആ ചേച്ചിമാര് വരുമ്പോൾ കൊടുക്കാറ്. 50 രൂപയും കൊടുക്കാറുണ്ട്. അയ്യോ, ഞാൻ അതിനൊന്നും വന്നല്ല. പിന്നെന്തിനാ വന്നാ? ഇവിടെ 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ സ്കൂളിൽ ചേർത്തിയായിരുന്നു. ചേർത്തില്ലെങ്കിൽ? ഞാനിവിടെ അടുത്തുള്ള സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ കുട്ടികളെ അവിടെ ചേർത്തിയാൽ നല്ലതായിരുന്നു. ടീച്ചറെ സ്കൂളിൽ എന്തായാലേ ഇവിടുത്തെ പിള്ളേരെ ചേർക്കുന്നില്ല. എന്നിട്ട് വേണം ടീച്ചറെ പോലത്തെ ഇത്ര നീളമുള്ള മാവ് ഉണ്ടാവാൻ അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? ഞാനൊരു സ്കൂൾ ടീച്ചറാ. അപ്പൊ ഇമാതിരി വൃത്തിയോട് കണ്ടാൽ ഞാൻ എന്തായാലും പ്രതികരിക്കും. പിന്നെ ആ പബ്ലിക്കിന് മുമ്പിൽ മൊത്തം നാണം കെടുത്തില്ലല്ലോ പ്രതികരിക്കല്. താനന്ന് എന്താണോ കാണിച്ചത്? ഒരു കുപ്പി വലിച്ചെറിഞ്ഞില്ലേ പൊതുസ്ഥലത്ത്? ഒരു കുപ്പിയില് വലിച്ചെറിഞ്ഞുള്ളൂ. തനിക്കത് ഒരു കുപ്പി, പക്ഷെ അത് ബാധിക്കുന്ന ഈ നാടിനെ മൊത്താണ്. അതെ, കാര്യമൊക്കെ ശരി, കൊച്ചിനോട് ചേർത്താം. പക്ഷേ ടീച്ചറോട് സോറി പറ. ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച ജോലിയാ. അത് നിലനിർത്താൻ വേണ്ടി തന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരോട് കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ കുട്ടികളെ ചേർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജോലി പോയിരിക്കും. ഈ നാട്ടിൽ വേറെ കുട്ടികളുണ്ടല്ലോ, താൻ കുട്ടികളെ ചേർത്തണ്ട. ടീച്ചറെ അങ്ങനെ പോലെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. സത്യം പറഞ്ഞാൽ ടീച്ചർ അന്ന് തന്നെ ചീത്ത പറഞ്ഞപ്പോഴേ അപ്പം എനിക്ക് കുറച്ച് അപമാനമായെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം ഞാൻ പ്ലാസ്റ്റിക്കൊന്നും പുറത്തിടാറില്ല, റോട്ടിൽ തുപ്പാറ് പോലില്ലേ. പിന്നെ ഇവിടുത്തെ കൊച്ചിനെ എന്തായാലും ടീച്ചറുടെ സ്കൂളിൽ തന്നെ ചേർന്നു. അങ്ങനെയാണെങ്കിൽ വരുന്ന തിങ്കളാഴ്ച കുഞ്ഞിനെ കൊണ്ട് സ്കൂളിലേക്ക് വരുമോ? പിന്നെ എൻ്റെ വച്ചല്ല, ചേട്ടൻ്റെ വച്ചാ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, ചേട്ടൻ്റെ കുഞ്ഞിനെ